ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്ന് പച്ച പപ്പായയും കൊണ്ട് ഞാനൊരു സബ്ജി ഉണ്ടാക്കാൻ പോവുകയാണ്. പപ്പായ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ സബ്ജി ഉണ്ടാക്കാൻ പോവുകയാണ്, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ. ഇതിനകത്ത് ഞാൻ 2 ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ കൊച്ചു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വച്ചിരിക്കുന്നു. ഒരു തക്കാളിക്ക എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കരിയാപ്പില എടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില എല്ലാം കൂടി കുക്കറിനകത്തോട്ട് ഞാൻ എണ്ണ ഒഴിച്ചു, കടുക് വറുത്തു, അതിനകത്ത് ജീരകം ഇട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റുവാണേ. അതിനകത്ത് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ അതിനകത്തൊരു തക്കാളിക്ക ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴറ്റുവാണേ. അതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് പെരുംജീരകം ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്ത് പപ്പായയും പൊട്ടാറ്റോയും കൂടി ഇടുവാണേ. ഇനി ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുവാണേ, ഒന്ന് വേകാൻ വേണ്ടി ഒഴിക്കുക. നമ്മൾ കുക്കറിനകത്ത് ഓമയ്ക്ക വേവിക്കുമ്പോൾ ഒരു 3-4 വിസിൽ വരണേ, എന്നാലേ കറക്റ്റായിട്ട് വേഗത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഓമയ്ക്ക സബ്ജി റെഡി ആയിട്ടുണ്ട്. പച്ച ഓമയ്ക്ക സബ്ജി അടിപൊളിയാണേ. ഞാനിത് ചപ്പാത്തിയുടെ കൂടെ ഇന്ന് കഴിക്കാൻ പോകുന്നു. വളരെ ടേസ്റ്റാണ്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാക്കും. അതുപോലെ ടേസ്റ്റാണ്. നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തിയും ഓമയ്ക്ക സബ്ജിയും ഞാൻ കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്നേ. സൂപ്പർ. ഇതിനകത്ത് ഇച്ചിരി മല്ലിയിലയൊക്കെ ഇടാമെങ്കിൽ നല്ല ടേസ്റ്റാണേ. മല്ലിയില ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Thank you.